ലൈറ്റ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, പിന്നെ ബ്ലൂ, പിന്നെ റെഡ്. നമുക്ക് കുറച്ച് ബ്രൈറ്റ് കളർ വേണം. കിട്ടിപ്പോയി, ട്യൂബ് ലൈറ്റ്. ഇനി എന്ത് ചെയ്യും? കളർ മാറ്റണം. ഇതിനകത്തുള്ള LED നോക്കി, നല്ല നീളമുള്ള ബ്രൈറ്റായിട്ടുള്ള അലുമിനിയത്തെ ഫിറ്റ് ചെയ്തിട്ടുള്ള LED സ്ട്രിപ്പ്. നല്ല കിടിലൻ ബ്രൈറ്റ്നെസ് ആണ് കേട്ടോ, അടിപൊളി. ഇനി നമ്മുടെ കളറിങ് പാർട്ട്. ഇതിനായിട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം വേണം, വാട്ടർ ബേസ്ഡ് വുഡ് പോളിഷ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കളർ വേണം. ഞാനിവിടെ വാട്ടർ ബേസ്ഡ് കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. യെസ്, നമുക്ക് സ്കെച്ച് പെന്നും യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു ബ്രഷ് വേണം. ഓക്കെ, നമുക്ക് കുറച്ച് പോളിഷ് എടുക്കാം. ഗ്രീൻ കളർ, മിക്സ്. അങ്ങനെ നമുക്ക് റെഡ് കിട്ടി. റെഡ്. ബാക്കിയെല്ലാം നീല. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ബ്ലൂ കളർ LED കിട്ടി. പിന്നെ പർപ്പിൾ. ഈ ട്യൂബ് ഒന്ന് കട്ട് ചെയ്താലോ? ഇതുപോലെ LED-യും 4 കഷ്ണമാക്കി. ഇനി കുറച്ച് സോൾഡറിങ് ജോബാണ് കേട്ടോ. ഈ LED സ്ട്രിപ്പ് 75 വോൾട്ടിൻ്റെ 4 പീസാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് 4 ആക്കാം. മഴ നല്ലതായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയ മടി. അങ്ങനെ നമ്മൾ LED ട്യൂബ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ കയ്യിൽ ഇത് നീളമുള്ള ടൈപ്പ് ഇങ്ങനത്തെ ഉണ്ട്. അപ്പോൾ എന്തായാലും LED ട്യൂബിൻ്റെ കളർ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാണല്ലോ അല്ലേ? നമുക്ക് ഈ ക്രിസ്മസിന് വീടിൻ്റെ അകം ഡെക്കറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പുൽക്കൂടിൻ്റെ ഉള്ളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ട് ഈ LED ഇങ്ങനെ കളർ മാറ്റിയെടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു LED അല്ലെങ്കിൽ 2 കളറാണ് കൊടുത്തേക്കുന്നത്. ബ്ലൂവും റെഡും കൂടെ കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് പർപ്പിൾ കിട്ടി. അപ്പോൾ ഇങ്ങനെ 2 കളറാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. ഇതുപോലെയല്ല, നമുക്ക് പല കളറ് മൾട്ടി കളറായിട്ട് ഒരു LED-യിൽ പല കളർ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കത്തുന്ന രീതിയിൽ, പല കളറിൽ കത്തുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഐഡിയ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്രിസ്മസ് കുറച്ചധികം കളർഫുൾ ആവട്ടെ. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.